and gentlemen, welcome back to my channel for the sake of love and peace. ഒരാൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അയാളുടെ അടുത്തൂടെ ഒരാൾ പോയപ്പോൾ അയാളുടെ കൈ കൊണ്ടിട്ട് ആ കോഫി താഴെ വീണു. അപ്പം അയാളോട് നമ്മൾ ചോദിക്കുകയാണ് എന്താ താഴെ വീണെന്ന് ചോദിച്ചപ്പോൾ കോഫി താഴെ വീണു, അത് എൻ്റെ അടുത്തൂടെ പോയ ആൾ തട്ടിയതുകൊണ്ടാണ് അത് താഴെ വീണത് എന്ന് പറഞ്ഞു. ഈ ഒരു ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് വേറൊരു രീതിയിലൊന്ന് ചോദിച്ചു നോക്കുകയാണെങ്കിൽ, ആ കപ്പിൻ്റെ ഉള്ളിൽ കോഫി ആയിരുന്നത് കൊണ്ടാണല്ലോ കോഫി താഴെ വീണേ. അതിൻ്റെ ഉള്ളിൽ ചായ ആയിരുന്നെങ്കിൽ ചായ അല്ലായിരിക്കും താഴെ വീഴേണ്ടിയിരുന്നത്. ഇത് നമ്മുടെ റിയൽ ലൈഫുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഇൻസിഡൻറ്റിനെ നമ്മുടെ റിയൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ചില സമയത്ത് വല്ലാത്ത പ്രശ്നങ്ങളും ഭയങ്കര തകർച്ചകളും ഫിനാൻഷ്യൽ ഇഷ്യൂസും റിലേഷൻഷിപ്പ് ഇഷ്യൂസും എല്ലാം കൂടി വന്നിട്ട് നമ്മളെ വല്ലാണ്ട് ഹിറ്റ് ചെയ്യുമ്പോൾ, ആ പ്രശ്നങ്ങളിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണ് വരിക എന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് ദേഷ്യമാണോ, ഫ്രസ്ട്രേഷനാണോ, ഡിസപ്പോയിൻമെൻ്റ് ആണോ, ജലസാണോ, അസൂയാണോ, നിരാശയാണോ, എന്താണോ നമ്മുടെ ഉള്ളിൽ നിന്ന് സാധാരണ വരിക? ഇതൊക്കെയല്ലേ വരിക. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്താ? നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തേക്ക് വരിക. ഇപ്പൊ ചായയുടെയും കോഫിയുടെയും കാര്യം പറഞ്ഞ മാതിരി, കപ്പിൻ്റെ ഉള്ളിൽ കോഫി ആയതുകൊണ്ടാണ് അത് കോഫി പുറത്തേക്ക് ഒഴുകിയത്. കോഫി താഴെ വീണത് ചായ ആയിരുന്നെങ്കിൽ ചായ ആയിരുന്നതിനെ പുറത്തേക്ക് ഒഴുകുക. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എന്താണോ, അതായത് ജോയ്, ഹാപ്പിനെസ്, സന്തോഷം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, അല്ലെങ്കിൽ ഒരു കമ്പാഷൻ, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, അതൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക അതായിരിക്കും. നമ്മളിപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ കപ്പിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? നമ്മുടെ കപ്പ് താഴെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് പുറത്തേക്ക് വരിക? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലൈഫ് ഓരോ കപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? ജോയ്, പീസ്, ഹാപ്പിനെസ്, സന്തോഷം, സമാധാനം, നന്ദി, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കഴിവ്, പോസിറ്റിവിറ്റി ആൻഡ് ലവ് ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ്, അങ്ങനത്തെ കുറച്ച് നല്ല ഫീലിങ്സ് ഒക്കെ ഫീൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് ഒരുപാട് ഗുണം ചെയ്യുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും, ഇത്രയും പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ സന്തോഷത്തോടും സമാധാനത്തോടും നന്ദിയോടും കൂടിയൊക്കെ ഇരിക്കാൻ പറ്റണേന്ന്. അതാണ് മനുഷ്യൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടി നമുക്ക് നന്ദിയുള്ളവരായിരിക്കാനും ക്ഷമിക്കാനുള്ള കഴിവുള്ളവരായിരിക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആ ഒരു ഫീലിങ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാവും. അല്ലാതെ പ്രശ്നങ്ങളിൽ നടക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടാനും മറ്റുള്ളവരെ അസൂയപ്പെടാനും നിന്ന് കഴിഞ്ഞാൽ അത് മുഴുവൻ നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞിട്ട് നമ്മുടെ ലൈഫ് ആകെ മോശമായി തീരുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ് മീ.